ഏകദേശം എനിക്കൊരു മാസം ഒരു 20,000 രൂപയോളം പെട്രോൾ എക്സ്പെൻസ് വരുന്നുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല ഓട്ടോ ഉള്ളത് കാരണം ഇലക്ട്രിക് വെഹിക്കിൾസ് വളരെ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എക്സിസ്റ്റിംഗ് ഐസ് എൻജിൻസിൻ്റെ പ്ലാറ്റ്ഫോമിലാണ് പല മാനുഫാക്ചറേഴ്സും EVs മാനുഫാക്ചർ ചെയ്യുന്നത്. എന്നാൽ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ടാറ്റ പഞ്ച് .EV. ഇത് .EV എന്ന് പറയുന്ന ഒരു EV ആർക്കിടെക്ചറിൽ ടാറ്റ ആദ്യമായിട്ട് ഇറക്കിയ ഒരു പ്രൊഡക്റ്റാണ്. നമസ്കാരം, വീലോസിറ്റിയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ടാറ്റ പഞ്ച് EVയുടെ ഒരു വെഹിക്കിൾ റിവ്യൂ അല്ല, നേരെ മറിച്ച് യൂസർ റിവ്യൂ ആണ്. സുബിൻ, വെൽക്കം. താങ്ക് യു. എന്തുകൊണ്ട് പഞ്ച് EV? ഞാനിതിനു മുമ്പ് ഒരു ബലേനോ ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ. അപ്പം ഏകദേശം എനിക്കൊരു മാസം ഒരു 20,000 രൂപയോളം പെട്രോൾ എക്സ്പെൻസ് വരുന്നുണ്ട്. അപ്പം എനിക്ക് അത്യാവശ്യം നല്ല ഓട്ടോ ഉള്ളത് കാരണം പെട്രോൾ എക്സ്പെൻസ് ഇനി എന്തായാലും നമുക്ക് അത്രയും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഞാനത് EVയിലോട്ട് പോയതാണ്. ഓക്കെ. പക്ഷേ EV എന്നുള്ളത് എന്തായാലും ഒരു ഡെഫിനിറ്റ് ഇതായിരുന്നു അല്ലേ, ഡിസിഷൻ ആയിരുന്നു. അതെ. പക്ഷേ പഞ്ച് എന്ന് പറയുന്ന റീസെന്റ് ലോഞ്ച് ആണ് അല്ലേ? എന്നാൽ ടാറ്റയുടെ തന്നെ പ്രൂവൺ ആയിട്ടുള്ള നെക്സൺ ഉണ്ട്. നെക്സന്റെ 3rd ജനറേഷനാണ്, 2nd ജനറേഷനും അല്ല, 3rd ജനറേഷൻ ഇറങ്ങി. പിന്നെ ടിഗോർ ഉണ്ട്, ടിയാഗോ ഉണ്ട്. അതൊന്നും എടുക്കാണ്ട് ഒരു പുതിയ ലോഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ശരിക്കും പറഞ്ഞാൽ ഒരു എന്തൂസിയാസ്റ്റ് ആണ്. എന്തൂസിയാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പുതിയത് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് അല്ലേ? അതെ. അപ്പോൾ എന്തുകൊണ്ടാണ് പഞ്ച് എടുക്കാൻ കാര്യം? ഫസ്റ്റ് ടിയാഗോ തന്നെയായിരുന്നു നോക്കിയിരുന്നത്. അപ്പോൾ ടിയാഗോ നോക്കിയപ്പം എൻ്റെ പഴയ ബലേനോ വെച്ച് നോക്കുമ്പോൾ ബലേനോ കുറച്ച് സ്പേഷ്യസ്, അകത്ത് അത്യാവശ്യം സ്പേസ് ഉണ്ട്. അപ്പം ടിഗോയിലേക്ക് പോകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ ചെറുതായി പോവാണ് വണ്ടി. അപ്പം നമുക്ക് അകത്തുള്ള സ്പേസും കാര്യങ്ങളും, പിന്നെ നമുക്ക് അത്യാവശ്യം ലോങ് ഡ്രൈവ് ഉള്ളത് കാരണം കുറച്ചുകൂടെ വലിയ വണ്ടി നോക്കാം. അപ്പം നെക്സൺ നോക്കുമ്പോൾ കോസ്റ്റ് വൈസ് നോക്കുമ്പോഴത്തേക്ക് ഭയങ്കര വ്യത്യാസം വരും. അഫോർഡബിൾ അല്ലാന്ന് തോന്നുന്നുണ്ട്. അപ്പോഴാണ് ഈ പഞ്ചിൻ്റെ ഒരു ഇത് കാണുന്നത്. പഞ്ച് നമ്മൾ പെട്രോൾ വണ്ടിയേക്കാളും എനിക്ക് ഈ വണ്ടിയുടെ ഫ്രണ്ടും കാര്യങ്ങളും ലുക്ക് വൈസ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ടെസ്റ്റ് ഡ്രൈവ് എടുത്തപ്പോഴാണെങ്കിലും ഭയങ്കര താല്പര്യം തോന്നി എനിക്ക്. അങ്ങനെയാണ് ഞാൻ പഞ്ചിലേക്ക് പോയത്. പിന്നെ ഈ ഇലക്ട്രിക് പ്ലാറ്റ്ഫോമിൽ ഫസ്റ്റ് വരുന്ന വണ്ടിയാണല്ലോ പഞ്ച്. കൺസിഡറേഷനിൽ വേറെ ഏതൊക്കെ വെഹിക്കിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്? മെയിനായിട്ട് ഞാൻ ടിയാഗോയും പഞ്ചും മാത്രമേ നോക്കിയിട്ടുള്ളൂ. പിന്നെ നമുക്ക് ഈ റേഞ്ചിൽ വേറെ വണ്ടികൾ ഇല്ലല്ലോ. അപ്പൊ അത് സിട്രോൺ ഒക്കെ ഉണ്ടെങ്കിൽ പോലും നമുക്കത് അത്ര ഒരു അറിയില്ല, ആ ഒരു ബ്രാൻഡിനെ കുറിച്ച് അറിയില്ല. ടാറ്റ ആകുമ്പോൾ എന്തായാലും പ്രോൺ ആണ്. സിട്രോൺ ഡ്രൈവ് ചെയ്തില്ല? ഞാൻ ഡ്രൈവ് ചെയ്തില്ല. ടിയാഗോയും ഇതും മാത്രമേ നോക്കിയിട്ടുള്ളൂ. പിന്നെ MGയുടെ ആ ഒരു വലിയ വണ്ടിയുണ്ട്, അത് നോക്കിയിട്ടുണ്ട്. അത് കുറച്ചുകൂടെ നമുക്ക് അഫോർഡബിൾ അല്ല. പാരാമീറ്റേഴ്സ് എന്തൊക്കെയാ? ഓഫ് കോഴ്സ് കോസ്റ്റ് ഇസ് എ പാരാമീറ്റർ അല്ലേ, നമ്മുടെ ബജറ്റ് ഒരു പാരാമീറ്റർ ആണ്. അതല്ലാതെ എന്തൊക്കെയായിരുന്നു പാരാമീറ്റേഴ്സ്? പിന്നെ എനിക്ക് അത്യാവശ്യം വണ്ടി ഇത് കുറച്ച് വലിയ വണ്ടി ആയിരിക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. നമ്മൾ പഴയ വണ്ടിനേക്കാളും കുറച്ചും കൂടെ ഒരു വലിപ്പം ഉണ്ടാവണം. പക്ഷെ സ്പേസ് വൈസ് അത്ര ഇല്ലെങ്കിൽ പോലും ഇപ്പം ഈ പറഞ്ഞ ഗ്രൗണ്ട് ക്ലിയറൻസും അത്യാവശ്യം നമുക്ക് പഴയ വണ്ടിനേക്കാളും കൂടുതലായിട്ട് തോന്നി. അതായിരുന്നു മെയിനായിട്ട് ഉള്ളൊരു കാര്യം. ഓക്കെ. അപ്പം ആ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്തെങ്കിലും അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ ബലേനോ യൂസ് ചെയ്യാൻ? അത് കുറച്ചുകൂടെ താഴ്ന്ന വണ്ടി. എന്റെ നാട് ശരിക്കും കൊല്ലം കൊട്ടാരക്കരയാണ്. നമുക്ക് വീട്ടിലേക്ക് കയറുന്ന സ്ഥലം കുറച്ച് ഹൈറ്റ് വൈസ്, അപ്പൊ അടിത്തട്ടൽ എപ്പോഴും അടിത്തട്ടൽ കേരളത്തിന്റെ റോഡ് കണ്ടീഷൻ. അതെ. ഇത് പിന്നെ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല അല്ലേ? ഇലക്ട്രിക് വെഹിക്കിൾസ് എടുക്കുന്ന എല്ലാവർക്കും ഉള്ള ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമുക്കൊരു പ്ലാനിങ് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം നമ്മൾ ഇത്ര മണിക്ക് ഒരു ലോങ് ഡിസ്റ്റൻസ് പോകണം, അവിടെ നമ്മൾ ഇത് ചെയ്യുന്നതിനേക്കാളും കുറച്ചുകൂടെ ടൈം നമ്മൾ ചിലപ്പം ബജറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഈ വണ്ടി എടുക്കാൻ നേരത്ത് നിങ്ങൾ ആലോചിച്ചിരുന്നോ? എനിക്ക് കൂടുതലും ലോക്കൽ ഓട്ടങ്ങളാണ് കേട്ടോ ഉള്ളത്. ഇത്തിരി കൂടുതലും നമുക്ക് പോകേണ്ടി വന്നാലും ആ ഒരു സമയം കാണണം. ഇപ്പൊ അത്യാവശ്യം ചാർജിങ് സ്റ്റേഷൻസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഉണ്ടല്ലോ. അപ്പൊ കുറച്ച് സമയം നമ്മൾ കൂടുതൽ കാണേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മാത്രമല്ല നമുക്കത് പ്ലാൻ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ഓട്ടങ്ങളാണ്. എടുത്തിട്ട് എത്ര നാളായി? ഇതിപ്പോ കറക്റ്റ് ഒരു മാസം. അല്ലേ? ഓക്കെ. അപ്പം ഈ ഒരു മാസത്തിനുള്ളിൽ ലോങ് ഡിസ്റ്റൻസ് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? ഞാനൊരു പത്തനംതിട്ട പോയിട്ടുണ്ട്, കൊട്ടാരക്കര, കൊല്ലം പോയി. ആണല്ലേ? ഏകദേശം ഒരു 3500 കിലോമീറ്റർ എന്നുള്ളത്. ഓക്കെ. ഈ ഒരു കൊട്ടാരക്കരയാണോ ഏറ്റവും ലോങ്, അതോ കൊല്ലമായിരിക്കും? കൊല്ലം. എത്ര കിലോമീറ്റേഴ്സ് ഉണ്ടാവും എറണാകുളം ഏതാണ്ട് ഒരു 160. അത് മൊത്തത്തിൽ ഞാൻ കറങ്ങി വന്നപ്പോൾ ഏതാണ്ട് ഒരു 172 കിലോമീറ്റർ വൺ സൈഡ് ഉണ്ട്. ഓക്കെ. അപ്പൊ സിംഗിൾ ചാർജിൽ അത് കവർ ചെയ്യാൻ പറ്റിയോ? ഇല്ല, തിരിച്ചു വരുമ്പോഴത്തെ സമയത്ത് എനിക്കൊന്ന് ചാർജ് ചെയ്യേണ്ടി വന്നു. ഏകദേശം ഒരു 40% ആയിരുന്നു റിമൈനിങ് ഉണ്ടായിരുന്നത്.
കൊല്ലം 1-2 അടൂര് കൊല്ലം അങ്ങനെ ആ ഒരു റൂട്ടാ പോയിരുന്നത്. ഓക്കെ അപ്പൊ അന്ന് കറങ്ങി വന്ന സമയത്ത് ഒരു 40% റിമൈനിങ് ഉണ്ട്. അതുകൊണ്ട് എന്തായാലും നമുക്ക് എത്തില്ല ചാർജ് ചെയ്ത്. ഈ 172 കിലോമീറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ വൺ സൈഡ് ആയിരുന്നു അല്ലേ? വൺ സൈഡ് ക്ലോസ് ടു 350 കിലോമീറ്റേഴ്സ് ടു ആൻഡ് ഫ്രോ. അതെ, അങ്ങോട്ടും എത്ര അവര് ക്ലെയിം, കമ്പനി എത്ര ക്ലെയിം? 421. 421 കമ്പനി ക്ലെയിം ചെയ്യുന്നത്. പക്ഷെ അത്രയും കിട്ടിയില്ല അല്ലേ? അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്കോ മോഡില് വിത്തൗട്ട് AC ഒക്കെ ആയിരിക്കും അത്രയും പറയുന്നത്. നമ്മള് സിറ്റി മോഡ് തന്നെയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. സിറ്റി മോഡിലാണ് ഇത് ഡിഫോൾട്ട് ഓൺ ആവുന്നത്. അതിൽ നിന്ന് നമുക്ക് സ്പോർട്സ് മോഡിലേക്ക് കൂട്ടിയും എക്കോ മോഡിലേക്ക് കുറയ്ക്കുകയും ചെയ്യാം. അപ്പൊ അങ്ങനെ 240 അല്ല, എനിക്കൊരു 290 വരെ 300 താഴെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഹില്ലി ടെറൈനിൽ ഓടിച്ചിട്ടുണ്ടോ? പത്തനംതിട്ട പോയപ്പോ കുറച്ച് ഈ പറഞ്ഞ ഒത്തിരി ഹില്ലി എന്നല്ല, അത്യാവശ്യം കുറച്ച് കയറ്റമൊക്കെ ഉള്ള സ്ഥലങ്ങളായിരുന്നു. ഓക്കെ. എക്കോ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് ഉണ്ടല്ലോ, ബ്രേക്ക് ചെയ്യാതെ വണ്ടി ഫുൾ സ്റ്റോപ്പിലേക്ക് അങ്ങനെ ഞാൻ ഇപ്പൊ നമ്മളിവിടെ സിറ്റിയിൽ തന്നെ അത്യാവശ്യം നല്ല ട്രാഫിക് ഏരിയ ആണല്ലോ, അത് ഞാൻ അങ്ങനെ ഓടിച്ചിട്ടുണ്ട്. അധികം ബ്രേക്ക് ചെയ്യാതെ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാ പലരും അത് ഈ പല EV മാനുഫാക്ചറേഴ്സും അത് ഒരു മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു USP പോലെ യൂസ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഒരു കസ്റ്റമർ എന്നുള്ള രീതിയിൽ എത്രത്തോളം പ്രയോജനപ്രദമാണ്? ഒന്ന്, ഈ ആവശ്യമില്ലാത്തുള്ള ബ്രേക്കിംഗ് മാക്സിമം നമുക്ക് ഒഴിവാക്കാം. ഇപ്പൊ ഒരു ലോങ് ഡിസ്റ്റൻസ് നമുക്ക് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ മാക്സിമം റീജനറേഷൻ തന്നെ വണ്ടിയുടെ സ്പീഡ് കുറയ്ക്കാൻ പറ്റും. നമുക്ക് ലാസ്റ്റ് സ്റ്റോപ്പ് ചെയ്യേണ്ട സമയത്ത് മാത്രം ബ്രേക്ക് ചെയ്താൽ മതി. ഓക്കെ, അതൊരു നല്ല സംഭവം. പിന്നെ അപ്പൊ റീജനറേഷനിലൂടെ നമുക്ക് ഒന്നുകൂടെ ഡ്രൈവിംഗ് ഈസിയാണ്. അത് അറിഞ്ഞു ഓടിക്കണം. ചിലപ്പം ചിലർക്ക് അത് ബുദ്ധിമുട്ടുണ്ടാകും, കാരണം കാലെടുത്ത് കുറച്ച് ഫ്രീ ആയിട്ട് ഓടിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ റീജനറേഷൻ അത് പറ്റില്ല. അപ്പൊ അത് ശ്രദ്ധിച്ച് ഓടിച്ചു. അപ്പൊ റീജനറേഷനിലൂടെ ശരിക്കും നിങ്ങൾക്ക് പിന്നെ റീജനറേറ്റ് ചെയ്യുന്നത് പോലെ തോന്നിയിട്ടുണ്ടോ? ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് മറ്റേ ആവറേജ് കാണിക്കുന്നത് വ്യത്യാസം വന്നിട്ടുണ്ട്, കൂടിയിട്ടുണ്ട് റേഞ്ച് കാണിക്കുന്നത്. ഓക്കെ. പെട്രോൾ വെഹിക്കിൾ യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് ഒരു അപ്ഗ്രേഡ് ആണല്ലോ ചെയ്തത്. അതെ. അപ്പം പോസിറ്റീവ്സ് എന്തൊക്കെയാ ഫീൽ ചെയ്തത്? എനിക്ക് മെയിൻ ആയിട്ട് ഡ്രൈവിംഗ് കംഫോർട്ട് ഭയങ്കര വ്യത്യാസമുണ്ട്. ആണല്ലേ? ഭയങ്കര സ്മൂത്ത് ആണ് വണ്ടി. സൗണ്ട് ഇല്ല, ക്ലച്ച് ഇല്ല, ഗിയർ ഇല്ല. നേരത്തെ മാനുവൽ ആയിരുന്നു. വളരെ സ്മൂത്ത് ആയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റും. ഓവറോൾ ഒരു ഡ്രൈവ് ക്വാളിറ്റി മെച്ചപ്പെട്ടു. ഈസ് ഓഫ് ഡ്രൈവിംഗ്. ഓക്കെ, ഭയങ്കര കംഫർട്ടാണ് വണ്ടി. വേറെ എന്തെങ്കിലും പവർ അങ്ങനെ എന്തെങ്കിലും? പവർ ഭയങ്കര വ്യത്യാസമാണല്ലോ. നമുക്ക് പെട്രോൾ വണ്ടിയായിട്ട് എന്തായാലും EVയുടെ പവർ കമ്പയർ ചെയ്യാൻ പറ്റില്ല. EV നല്ല പവർ ഉള്ള വണ്ടിയാണ്. ഇനീഷ്യലൊക്കെ നല്ല. അതെ. ഇത് എനിക്കൊന്ന് 0 to 100 10 seconds താഴെ എന്തോ പറയുന്നുള്ളൂ. ഓക്കെ. ഹില്ലി ടെറൈനില് അപ്ഹില്ലൊക്കെ പോകുമ്പം അത് അത്യാവശ്യം നല്ല കയറ്റം ഞാൻ കയറിയിട്ടുണ്ട്. എനിക്ക് അങ്ങനെ ഇഷ്യൂസ് ഒന്നും തോന്നിയിട്ടില്ല. ഓക്കെ. അത് പോസിറ്റീവ് സൈഡ്. നെഗറ്റീവ്സ് എന്താ ഫീൽ ചെയ്യുന്നത്? എനിക്ക് മെയിൻ നെഗറ്റീവ് ഇതിന്റെ ഈ റിയർ സീറ്റ് ആണ്. ഭയങ്കര കൺജസ്റ്റഡ് ആണ് ഇത്. ഓക്കെ. പഞ്ചിന്റെ റിയർ സീറ്റ് കുറച്ച് കൺജസ്റ്റഡ്. എന്താ ലെഗ് റൂം ഇല്ലാന്നാണോ? ലെഗ് റൂം കുറവാ. 3 പേർക്ക് ഇരിക്കാം. പക്ഷെ ഈ നമ്മള് ബാക്ക് സീറ്റ് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത്യാവശ്യം ബാക്കിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ മുട്ടിടിക്കും. ബലേനോ ഭയങ്കര സ്പേഷ്യസ് ആ. നമ്മള് ഫുൾ സീറ്റ് ബാക്കിലേക്ക് ഇട്ടാലും മുട്ടിടിച്ച് എനിക്ക് അങ്ങനെ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ഈ വിട്ട് എങ്ങനെയുണ്ട്? റബ്ബ് ചെയ്യോ 3 പേര് ഇരുന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട്? ബാക്കിൽ അങ്ങനെ ഇരുന്നിട്ടില്ല. ഓക്കെ. നമുക്ക് ഈ ബാക്ക് സീറ്റിലെ മറ്റേ സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെന്നുണ്ട്, ആളില്ലെങ്കിലും സീറ്റ് ബെൽറ്റ് ഇട്ടില്ലെന്നുണ്ടെങ്കിൽ അലാം അടിച്ചോണ്ടിരിക്കും. അത് ഭയങ്കര അനോയിങ് അല്ലേ? അതപ്പോ നമ്മൾ എപ്പോഴും ആ സീറ്റ് ബെൽറ്റ് ഇട്ട് വെക്കേണ്ടി വരും. അതൊരു നമ്മള് ആളില്ലെങ്കിലും അത് ബക്കിൾ ചെയ്ത് വെക്കേണ്ടി. ഈ മിറർ, ഇതൊക്കെ ഇപ്പം ഒരു ബേസിക് വണ്ടികളിൽ തന്നെ നോർമൽ ഉള്ളതാണ്. ഈ മിറർ ഫോൾഡബിൾ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് അല്ല, നമ്മൾ മാനുവലായിട്ട് തന്നെ ഫോൾഡ് ചെയ്യേണ്ടി വരും. ഒരു 15 lakh ഇതൊക്കെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെന്ന് പറഞ്ഞാൽ ഈ ഡോർ ലോക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മീൻസ് ഇതാണ് ഇതിന്റെ ഡോർ ലോക്ക് വരുന്നത്. ഇപ്പൊ ജസ്റ്റ് ഇത് തുറന്നു കഴിഞ്ഞാൽ വണ്ടി ഡോർ ഓപ്പൺ ആയി. പിള്ളേരൊക്കെ വരുമ്പോ ഒരു സേഫ്റ്റി ഇതിൽ വരുമ്പോഴത്തേക്ക് അല്ലാതെയുള്ള ലോക്ക് ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. മനസ്സിലായി. ജസ്റ്റ് തുറന്നു കഴിഞ്ഞാൽ വണ്ടി അൺലോക്ക് ആയല്ലോ. മനസ്സിലായി. അതല്ലാതെ ഓക്കെ, അത് പഞ്ചെന്നുള്ള രീതിയിൽ അല്ലേ? അതെ. അല്ലാതെ ഇലക്ട്രിക് വെഹിക്കിളിന്റേതായ എന്തെങ്കിലും ഡിസഡ്വാൻറ്റേജസ്? അങ്ങനെ ഇതൊരു പ്രോബ്ലം പറയാറ് അത്ര ഒരു എക്സ്പീരിയൻസ് ആയിട്ടില്ല നമുക്ക്. ഇത്രയല്ല ആയിട്ടുള്ളൂ. 1 month 3500 കിലോമീറ്റർ അത്രേ ഓടിയിട്ടുള്ളൂ. ഇതിന്റെ ചാർജിങ് ഒക്കെ എങ്ങനെയാ സാധാരണ ചെയ്യാറ്? നമ്മൾ കൂടുതലും വീട്ടിൽ തന്നെയാണ് ചേട്ടാ.
രാത്രി ഞാനൊരു 9 മണി 10 മണിയാവും വീട്ടിലെത്താനായിട്ട്. ഓക്കെ. ഏകദേശം ഒരു 2 ദിവസം കൂടുമ്പോഴായിരിക്കും ചാർജ് ചെയ്യുന്നത്. ഒരു 40% ഒക്കെ അല്ലെങ്കിൽ ഒരു 50-40 ഒക്കെ റിമൈനിങ് ഉള്ള സമയത്ത് ഞാൻ ചാർജിങ്ങിന് ഇടും. ഒരു 7 മണിക്കൂർ 8 മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും. പിന്നെ നമ്മുടെ വോൾട്ടേജിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. വോൾട്ടേജ് ചിലപ്പോൾ നമുക്ക് മൊത്തത്തിൽ ഇപ്പോൾ വോൾട്ടേജ് കുറവുണ്ടല്ലോ, അപ്പം ചാർജിങ് ടൈം ചിലപ്പോൾ കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഒത്തിരി താഴാതെ തന്നെ ഞാൻ ചാർജിങ് ചെയ്യാറുണ്ട്. ഈ 40% നേരത്തെയും പറഞ്ഞു, 40% എന്നുള്ള ഒരു കട്ട് ഓഫ് എന്തിനാണ് വയ്ക്കുന്നത്? അല്ല, അത് നമുക്ക് റിസ്ക് ഫാക്ടർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, വഴി കിടക്കാതിരിക്കാൻ വേണ്ടി. ഓക്കെ ഓക്കെ. നമ്മുടെ മെയിൻ പ്രശ്നം എസ്പെഷ്യലി കേരളത്തിൽ പാവക്കെട്ടൊക്കെ ഉള്ള ഒരു സംസ്ഥാനമാണ്. അതെ. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നാളെ ഒരു ലോങ് ഡ്രൈവ് പ്ലാൻ ചെയ്ത് നമ്മൾ രാത്രിയിൽ കുത്തിയിടുന്നു, കറണ്ട് ഇല്ല, അങ്ങനത്തെ സിറ്റുവേഷൻസ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഇല്ല, ഒരു മാസമേ ആയിട്ടുള്ളൂ. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എനിക്ക് ആക്ച്വലി ബ്രദറിന് വേറെ വണ്ടിയുണ്ട്. അപ്പം ഒരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ അത് എടുക്കാം എന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ്. അപ്പൊ പലരും പറയുന്ന EVs എടുക്കുമ്പം നമുക്കൊരു സെക്കൻഡ് കാറായിട്ട് പറ്റുള്ളൂ, ഒരു മെയിൻ കാറായിട്ട് EVs പലപ്പോഴും പറ്റില്ല. ആ അഭിപ്രായത്തോട് യോജിക്കുന്നുണ്ടോ? ഞാൻ ഇതുവരെ എനിക്ക് ബുദ്ധിമുട്ട് വന്നിട്ടില്ല ചേട്ടാ. ഇതൊരു മെയിൻ കാറായിട്ട് തന്നെ ഞാൻ യൂസ് ചെയ്യുന്നത്. എനിക്ക് വേറെ വണ്ടിയില്ല, അത്യാവശ്യം ഓട്ടോ ഉണ്ട് താനും. അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്കിപ്പോൾ ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ അത്യാവശ്യം നല്ല രീതിയിലുണ്ടല്ലോ. അത് പണ്ട് ചിലപ്പോൾ ഇതിന്റെയൊക്കെ തുടക്ക സമയത്ത് ചിലപ്പോൾ അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് ഉണ്ടായിരുന്നിരിക്കാം. ഇപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഫാസ്റ്റ് ചാർജിങ് ചെയ്തിട്ടുണ്ടെന്നല്ലേ പറഞ്ഞത്? ഒരു 2-3 പ്രാവശ്യം. ഓക്കെ. അത് എത്ര സമയം എടുക്കും? ഒരു ഇതിനകത്ത് റിമൈനിങ് ഉള്ളതനുസരിച്ചാണ്. എന്നാലും ഏകദേശം എനിക്കൊരു 45 മിനിറ്റ്സ് ടു 1 hour ആണ്. അപ്പൊ 80% ചാർജ് ആവും? അല്ല, 100%. 95-ലൊക്കെ നിർത്താം. എല്ലാരും പറയണ്ട ഒരു 95-ലൊക്കെ ഈ ഫാസ്റ്റ് ചാർജ് ചെയ്യുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ആൾക്കാർ സജസ്റ്റ് ചെയ്യുന്ന കാരണം ബാറ്ററി ലൈഫ് കൂട്ടാനായിട്ട്. പല അഡ്വർടൈസ്മെന്റ്സിലും കണ്ടിട്ടുണ്ട് പെർ കിലോമീറ്റർ 30 പൈസ അല്ലെങ്കിൽ 1 രൂപ അത്രയൊക്കെ റണ്ണിങ് കോസ്റ്റ് വരുള്ളൂ. അങ്ങനെ എന്തെങ്കിലും കാൽക്കുലേഷൻ ഇതുവരെ ചെയ്ത് നോക്കി? ആവാൻ സാധ്യതയില്ല. എനിക്കൊന്ന് ഏകദേശം ഒരു 1 രൂപയ്ക്ക് അടുത്തൊക്കെ 1 രൂപയൊക്കെ ചാർജ് വരുന്നുണ്ടാവാം. ഞാൻ ഈ മാസം കഴിഞ്ഞ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ 3500 കിലോമീറ്റർ ഏകദേശം ഒരു 3500-4000 രൂപ താഴെ എനിക്ക് ചെലവ് വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ഞാൻ ഈ യൂണിറ്റ് റേറ്റ് വെച്ചിട്ടാണ്, വീട്ടിലെ യൂണിറ്റ് വന്നേക്കുന്ന അനുസരിച്ചാണ് നോക്കുന്നത്. പ്ലസ് നമ്മൾ ഈ പുറത്ത് ചാർജ് ചെയ്യുന്നത് വെച്ച് നോക്കും. പുറത്ത് ചാർജ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും. അത് എത്രയാ വരുന്നത് ഒരു യൂണിറ്റിന്? യൂണിറ്റ് വൈസ് നമ്മളിപ്പോ ഒരു 15 രൂപ പ്ലസ് ടാക്സ് ഒക്കെയാണ് സാധാരണ വരുന്നത് ഫുൾ ചാർജ്. അതായത് 40 to 95? അങ്ങനെയല്ല, ഒരു യൂണിറ്റിന്. ഒരു യൂണിറ്റിന് എത്ര വരുന്നത്? 15 പ്ലസ് ടാക്സ് ഒക്കെ വരാണ്. 15 രൂപ പ്ലസ് ടാക്സ്. അത് കുറച്ച് എക്സ്പെൻസീവ് ആണ് അല്ലേ? അതെ. അത് ചാർജ് മോഡ് മറ്റേ KCBയുടെ ഒക്കെ എനിക്കൊന്ന് 15 അത് തന്നെയാണ്. 15 പ്ലസ് ടാക്സ് ഇല്ല, ഇൻക്ലൂഡിംഗ് ടാക്സ് 15 ആണ്. പൊതുവേ ഫ്രണ്ട് വീൽ ഡ്രൈവ് കാർസിന് ട്രാക്ഷൻ കുറവാന്നാ പറയുന്നത്. ഇപ്പൊ കുറച്ച് ഹില്ലി ടെറൈൻ, കുറച്ച് ടാമക് അല്ലാത്ത റോഡ്, മണ്ണ് റോഡിലൊക്കെ ഗ്രിപ്പ് കുറവാ. ഇലക്ട്രിക് വെഹിക്കിളിന് ഓൾ ദ മോർ ട്രാക്ഷൻ കുറവാണെന്ന് കേട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു യൂസർ റിവ്യൂ ചെയ്ത ടിഗോറിന്റെ. അപ്പം ആള് പറയുന്ന ഒരു കയറ്റത്തില് ഈ വണ്ടി പിടിച്ചു കയറാൻ ബുദ്ധിമുട്ടാണ്. അതിന് മെയിൻ റീസൺ എന്താന്ന് ചോദിച്ചാൽ വെയിറ്റ് ഒരു ഫാക്ടറാണ് ട്രാക്ഷൻ കിട്ടാനായിട്ട്. വേറെ വീൽ ഡ്രൈവ്സിന് ട്രാക്ഷൻ കൂടുതൽ കിട്ടാനുള്ള ഒരു റീസൺ അതിന്റെ ഫുൾ ബോഡിയുടെ വെയിറ്റ് വരുന്നതുകൊണ്ട് ഉന്തി അങ്ങ് കയറി. ഇപ്പൊ ഫ്രണ്ട് വീൽ ഡ്രൈവ് ആകുമ്പം അത് ഇത്തിരി കുറയും, ആ എഞ്ചിന്റെ ഒരു ഇത് മാത്രമേ വരുന്നുള്ളൂ. ഇലക്ട്രിക് വെഹിക്കിൾ ആകുമ്പം ആ ഒരു വെയിറ്റ് പോലും വരുന്നില്ല. അതുകൊണ്ട് ട്രാക്ഷൻ കിട്ടാൻ ഒരു ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടോ? പഞ്ച് അത്യാവശ്യം വെയിറ്റ് ഉള്ള വണ്ടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഓവറോൾ ബോഡിക്ക് വെയിറ്റ് അത്യാവശ്യം ഉള്ള വണ്ടിയാണ്. എനിക്ക് അങ്ങനെ ഇഷ്യൂ ഉണ്ടായിട്ടില്ല. ഇപ്പൊ നമ്മൾ വന്ന സ്ഥലത്ത് തന്നെ അത്യാവശ്യം ഇത്രയും മണ്ണുള്ള സ്ഥലമല്ലേ, പക്ഷെ നന്നായിട്ട് അത് കയറി പോരുന്നു. ടാറ്റ പ്രൊഡക്ട്സ് ഇപ്പൊ കഴിഞ്ഞ ഒരു ഡെക്കേഡ് ആയിട്ട് അല്ലെങ്കിൽ അതിലും കൂടുതലായിട്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, സബ്സ്റ്റാൻഷ്യൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. എസ്പെഷ്യലി ആ JLRന്റെ ടേക്ക് ഓവറും ഒക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ എഞ്ചിനീയേഴ്സ് ഒക്കെയാണ് ഒരുപാട് ഇൻവോൾവ് ആണ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? പക്ഷെ ആഫ്റ്റർ സെയിൽസ് വരുമ്പോഴാണ് പലപ്പോഴും ഒരു ചലഞ്ച് വരുന്നത്. ആ ഒരു ആസ്പെക്റ്റിൽ എന്താ പറയാനുള്ളത്? അപ്പോൾ ഒരു 2000 കിലോമീറ്ററിൽ എൻ്റെ ഫസ്റ്റ് സർവീസ് കഴിഞ്ഞു. ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ കുറച്ച് സൗണ്ട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എൻ്റെ ഈ സസ്പെൻഷൻ ചെറിയ കട്ടലൊക്കെ വരുമ്പോഴത്തേക്ക് നല്ല, അത് ആക്ച്വലി എനിക്കൊന്ന് ഈ വണ്ടിക്ക് ഉള്ളതാണെന്ന് തോന്നുന്നു. അങ്ങനെ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു. അവരതെല്ലാം ക്ലിയർ ആയിട്ട് തന്നെ ചെയ്തു തന്നു പറഞ്ഞ സമയത്ത് തന്നെ. എനിക്ക് അങ്ങനെ പ്രശ്നം വന്നില്ല. ഗോകുലം മോട്ടോഴ്സ് ആയിരുന്നു. അവിടുന്നാണോ വണ്ടി എടുത്തത്? അവിടുന്ന് തന്നെയായിരുന്നു. അവിടെ അടുത്തുള്ള സ്ഥലം അതായിരുന്നു. ഈ ഇലക്ട്രിക് വെഹിക്കിൾ എടുക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു ചോദ്യമാണ് ഇതിന് വാറണ്ടി എത്ര കിട്ടുമെന്ന്. ടാറ്റ ഈ വണ്ടിക്ക് എത്ര വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സുബേ?
നമുക്കിപ്പം കമ്പനി പറയുന്ന വാറണ്ടി 8 വർഷമാണ്. അതല്ലെങ്കിൽ 1,60,000 കിലോമീറ്റർ. ഞാൻ ഇവോക്കിന്റെ സ്റ്റിക്കർ കണ്ടു, ഇലക്ട്രിക് വെഹിക്കിൾ ഓണേഴ്സ് കേരള അല്ലെ? അത് എങ്ങനെയാണ് അതിൽ വന്നത്? അതിനെ കുറിച്ചൊന്ന് പറയാമോ? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അപ്പൊ ആള് ഇതിലൊരു മെയിൻ മെമ്പർ ആണ്. അപ്പൊ ആൾ വഴിയാണ് ഞാനിത് എനിക്ക് അറിയാന്നുള്ളത്. ആള് കുറെ നാളായി ടി വി ഉപയോഗിക്കുന്ന ആളാ. ഇവോക്കിന്റെ ഇത് പറഞ്ഞു കഴിഞ്ഞാലേ എന്തൊക്കെയാ അതിന്റെ ആക്ടിവിറ്റീസ്? ഒരു ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ അതിൽ കുറെ ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ ഓരോരുത്തരുടെയും സംശയങ്ങൾ അത് ക്ലിയർ ചെയ്യാൻ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പൊ നമുക്കും ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഇതിനകത്ത്. ഓരോ ആൾക്കാർക്ക് വരുന്ന എക്സ്പീരിയൻസുകളെ, അതിലെന്താണ് ഇഷ്യൂസ് വരുന്നത്, അതെങ്ങനെയാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അതിൽ. ഇതിന് ഈ ഫസ്റ്റ് ടൈമിൽ തന്നെ EV എടുത്ത ആൾക്കാരും അവരൊക്കെയാണ് ശരിക്കും ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിച്ചേക്കുന്ന ആൾക്കാർ. ഇത്രയും ചാർജിങ് സ്റ്റേഷൻസ് ഇല്ല, പിന്നെ ഒരു പുതിയ സാധനമാണ്. അപ്പം അവർക്ക് കുറെ എക്സ്പീരിയൻസസ് ഉണ്ടാവും. അപ്പൊ ഇപ്പൊ പുതിയ വരുന്ന ആൾക്കാർക്ക് ഒത്തിരി സംശയങ്ങൾ ഉണ്ടാവും. ആ സംശയങ്ങളൊക്കെ അവരാണ് ക്ലിയർ ചെയ്യുന്നത്. ഇതുവരെ നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഇവോക്കിന്റെ അസിസ്റ്റൻസിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അങ്ങനെ ഒരു എനിക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഇതുവരെയും വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കാം എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ. ഇതൊരു പെയ്ഡ് മെമ്പർഷിപ്പ് ഉള്ള ഒരു ഇതാണോ? അതെ, പെയ്ഡ് മെമ്പർഷിപ്പ് ആണ്. എത്ര ഇതിന്റെ പറയാൻ പറ്റുമോ മെമ്പർഷിപ്പ് ഫീയും കാര്യങ്ങളൊക്കെ? ഈ തോന്നുന്നു 600 എന്തോ ആയിരുന്നു തോന്നുന്നു. 600 വൺ ടൈം ആണോ? വൺ ടൈം 600 അല്ലേ? സുബിൻ എന്ത് ചെയ്യുന്നു എന്നൊന്ന് പറയാമോ? എനിക്ക് സോളാറിന്റെ ഒക്കെ ബിസിനസ് ആണ്. ഓ വണ്ടർഫുൾ. അപ്പൊ സോളാർ പാനൽ വീട്ടിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സോളാറിലാണ് നമ്മളിപ്പോ വണ്ടി ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ സോളാർ പാനൽസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കും? ഇൻസ്റ്റാളേഷൻ ഉണ്ട്. അപ്പൊ ശരിക്കും നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ ഒരു EV വാങ്ങിക്കുന്നയാള് സോളാർ പാനലും കൂടെ വെച്ചാൽ അത് നല്ലതായിരിക്കും. കാരണം ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റുമല്ലോ. ഓക്കെ. അപ്പൊ സോളാർ പാനൽ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ റഫ്ലി അറൌണ്ട് എത്ര രൂപയാവും? നമ്മൾ ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്ന 3 കിലോവാട്ട് എന്ന് പറയുന്ന സിസ്റ്റം ആണ്. അതിൽ വരുമ്പോ ഏകദേശം നമുക്കൊരു സബ്സിഡി കഴിഞ്ഞിട്ട് ഒരു 150 ഒക്കെ ആയിരിക്കും ചെലവ് വരുന്നത്. ശരിക്കും EV ഒക്കെ ഉണ്ടെങ്കിൽ ഒരു 5 കിലോവാട്ട് എങ്കിലും മിനിമം ഇൻസ്റ്റാൾ ചെയ്യണം. ഏകദേശം 250 വരും ആഫ്റ്റർ സബ്സിഡി. 2,50,000. ഇത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. സ്ഥാപനത്തിന്റെ പേരെന്താണ്? റാഫ പവർ സിസ്റ്റംസ്. എടപ്പള്ളി നമ്മുടെ ചങ്ങമ്പുഴ മെട്രോ സ്റ്റേഷൻ അടുത്താണ്. ആണല്ലേ? നമ്മള് MNRE അതായത് വെണ്ടർ ആണ്. അതായത് നമ്മുടെ പ്രധാനമന്ത്രിയുടെ സൂര്യഘർ യോജന എന്ന് പറയുന്ന ഒരു പുതിയ പദ്ധതി ഉണ്ട്. അതിൽ നമ്മൾ വെണ്ടറാണ്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിലും ഓൾ കേരള ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പം ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുക സുബിനെ. നിങ്ങൾക്ക് സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, യാദൃശ്യമായിട്ടാണ് സുബിൻ ഈ ഒരു ബിസിനസ്സിലാണെന്ന് അറിയാൻ സാധിച്ചത്. അപ്പോൾ ആർക്കെങ്കിലും സോളാർ പാനൽസ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്യാം ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ. ടാറ്റ പഞ്ചിന്റെ ഈ ഒരു യൂസർ റിവ്യൂ നിങ്ങൾക്കെല്ലാം ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഒപ്പം ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്താൽ ഇതുപോലെ വ്യത്യസ്തമായുള്ള വാഹന റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ഇനി മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ഹാപ്പി മോട്ടറിംഗ്.